നിങ്ങൾ വീട്ടിലിരുന്ന് എന്താണ് ചെയ്യുന്നത്? എത്ര നേരം ഭാര്യയെ നോക്കാൻ കഴിയും? ഭാര്യയ്ക്ക് എത്ര നേരം ഭർത്താവിനെ തുറച്ചു നോക്കാൻ കഴിയും? ഞായറാഴ്ചകളിൽ നിങ്ങളെ ജോലി ചെയ്യിക്കാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഞാൻ ഞായറാഴ്ചകളിലും ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് ലോകത്തിന്റെ നെറുകയിൽ എത്തണമെങ്കിൽ ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണം. LNT മേധാവി SN സുബ്രഹ്മണ്യന്റെ ആഗ്രഹമാണത്. മനുഷ്യർ എന്നോ ഉപേക്ഷിച്ച അടിമപ്പണിയുടെ പ്രാകൃത കാലത്തെ കെട്ടിവലിച്ചു കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ചരിത്രത്തിന്റെ പിന്തിരിപ്പൻ കാഴ്ചകളിൽ ഒന്നായി. 2023 ഒക്ടോബറിൽ ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തി സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ആവശ്യം ആഴ്ചയിൽ 70 മണിക്കൂറായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഴ്ചയിൽ 100 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടത്രേ. നിരവധി മന്ത്രിമാരും രാഷ്ട്രീയക്കാരും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരുമൊക്കെ അങ്ങനെ സമയം നോക്കാതെ ജോലി ചെയ്യുന്നുണ്ട് മൂർത്തി. നിശ്ചിത ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുമായി അതിനെ കൂട്ടിക്കുഴച്ചത് സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അജ്ഞതയാണ്. ഇടം വലം ജോലിക്കാരും അനുയായികളും നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ മായാലോകമല്ല സാധാരണക്കാരുടെ വീടും പരിസരവും. അവർക്ക് വീട്ടിലെത്തിയാലും ജോലി തുടരേണ്ടതുണ്ട്. വിശ്രമ സമയം കിട്ടിയില്ലെങ്കിലും ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പാചകം ചെയ്യണം. തുണികൾ അലക്കി ഉണക്കി ഇസ്തിരി ഇടണം. മാതാപിതാക്കളുടെ ശുശ്രൂഷയും കുട്ടികളുടെ പഠനകാര്യങ്ങളുമുണ്ട്. വായ്പകളുടെ പലിശ അടയ്ക്കുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട്. വീട്ടിലുള്ളവരുടെ മുഖത്തുറ്റുനോക്കി അവരുടെ സന്തോഷ സന്താപങ്ങൾ തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുബ്രഹ്മണ്യനെ പോലെയുള്ളവർ തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന അടിമപ്പണിയുടെ ഇരുണ്ട കാലത്ത് നിന്ന് 8 മണിക്കൂർ ജോലിയുടെ പരിഷ്കൃത ലോകത്തേക്ക് എത്തിയത് നിരവധി തൊഴിൽ സമരങ്ങളിലൂടെയാണ്. ചില വികസിത രാജ്യങ്ങൾ 12 മണിക്കൂർ ജോലി സമയത്തോടെ ആഴ്ചയിൽ 4 ദിവസം ജോലിയും 3 ദിവസം അവധിയുമാക്കി കഴിഞ്ഞു. ജോലി സമയം കഴിഞ്ഞാൽ ഓഫീസിലെ ഫോൺ പോലും എടുക്കാൻ ജീവനക്കാർക്ക് ബാധ്യതയില്ലെന്ന് ഫ്രാൻസ് നിയമം പാസാക്കി. ഇവിടെ ഉറക്കവും വിശ്രമവും നഷ്ടപ്പെട്ട് ജോലി സമ്മർദ്ദത്തിലായ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യയിൽ അഭയം തേടുന്നത് കണ്ടിട്ടില്ലേ? കഴിഞ്ഞ മാർച്ചിൽ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പൂനെ ഓഫീസിൽ അമിത ജോലിഭാരം കാരണം 26-കാരിയും മലയാളിയുമായ അന്ന സെബാസ്റ്റ്യൻ അകാലത്തിൽ മരിച്ചതും അവളുടെ അമ്മ കമ്പനിക്ക് എഴുതിയ കത്തും തൊഴിൽ ചൂഷണത്തിന്റെ അകത്തളങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു. അമിതമായി പ്രവർത്തിച്ചാൽ യന്ത്രങ്ങൾ പോലും കേടാവുകയോ നിലച്ചു പോവുകയോ ചെയ്യുമെന്നിരിക്കെ ഇന്ത്യയിൽ ചിലരിങ്ങനെ ലാഭത്തിന്റെ കണക്കെഴുത്തിൽ കാര്യക്ഷമതയെ മണിക്കൂർ കൊണ്ട് ഗുണിക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ചും ഭരണകൂടങ്ങൾ അത്തരം മുതലാളികളെ തിരുത്താതെ ഒന്നിച്ചുണ്ണുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ. ഇത് രാഷ്ട്ര നിർമ്മാണമോ തൊഴിലിന്റെ മാഹാത്മ്യമോ ഒന്നുമല്ല. മുതലാളിത്തത്തിന്റെ ആർത്തിയെ മഹത്വവൽക്കരിക്കാനുള്ള കച്ചവട മനസ്സാണ്. ആ അടിമച്ചന്ത ഇന്ത്യയിൽ തുറക്കണ്ട.